രാമേന്ദ്രൻ, തമിഴ്നാട് രാഷ്ട്രീയത്തിന് വോളറ്റിലിറ്റി കൂടുതലുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് വിജയൻ്റെ രംഗപ്രവേശവും മാത്രമല്ല അദ്ദേഹം തമിഴ്നാട് ഇങ്ങനെ ഇളക്കി മറിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അതിന് ചെക്ക് വെക്കാൻ DMK തീരുമാനിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വിജയുടെ ഭാര്യ വിവാഹമോചനത്തിന് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ശ്രമിച്ചു. അതെങ്ങനെയായിരിക്കും ഈ തമിഴ്നാട് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുക? ഇവർ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരുന്നുണ്ടോ? ഈ വിവാഹമോചന പരാതി മാത്രമാണോ, അതോ അത് രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു എൻട്രി ആയിട്ട് മാറിത്തീരുമോ? അതായത് മധുരൈ ഈസ്റ്റിൽ നിന്ന് മത്സരിക്കും എന്നാണ് ജോസഫ് വിജയ്. ജോസഫ് വിജയ് ക്രിസ്ത്യാനിയും ഈ ഭാര്യ സംഗീത സ്വർണലിംഗം ഹിന്ദുവുമാണ്. ശരിക്കും ഒരു സിംഹള മറ്റേ ശ്രീലങ്ക തമിഴ് കുടുംബത്തിൽ നിന്നുള്ളവരാണ് സംഗീത സ്വർണലിംഗം. ഒരുപാട് ശ്രീലങ്കൻ തമിഴന്മാർ ഈ ബ്രിട്ടനിലുണ്ടല്ലോ. അങ്ങനെ ലണ്ടനിൽ ജനിച്ചു വളർന്ന ആളാണ്. കാരണം വ്യവസായിയാണ് ഇവരുടെ അച്ഛൻ സംഗീത സ്വർണലിംഗത്തിന്റെ, ഈ സ്വർണലിംഗം എന്ന് പറഞ്ഞ ആള്. അപ്പോൾ പിന്നീട് അയാൾ അങ്ങോട്ട് കുടിയേറി പാർത്തതാണ് ബ്രിട്ടനിലേക്ക്. അപ്പോൾ അവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ് ഈ സംഗീത സ്വർണലിംഗം. അപ്പോൾ അവർ ഈ സമയത്ത് നമുക്ക് രാഷ്ട്രീയം കൈകാര്യം ചെയ്തത് കൊണ്ടറിയാം. ഈ കുറെ കാലമായി വിജയ്ക്ക് തൃഷ എന്ന് പറഞ്ഞ നടിയുമായിട്ട് ബന്ധമുള്ളതായിട്ട് അവിടെ കിംവദന്തികളുണ്ട്. കുറെ കാലം അവർ 15 വർഷത്തോളം ഒരുമിച്ച് അഭിനയിക്കാതിരുന്നിരുന്നു. അത് തൃഷയുടെ കുടുംബം വിലക്കിയിട്ടാണ്. അത് കഴിഞ്ഞ് അവർ 2023 വീണ്ടും ഇയാളുടെ കൂടെ അഭിനയിക്കാൻ തൃഷ വന്നിരുന്നു. അപ്പോൾ ഇത് സംഗീത തന്നെ നേരത്തെ ഇയാളുടെ അവിഹിതത്തിൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന ആ കേസിൽ, ഇവരിപ്പോൾ കോടതിയിൽ കൊടുത്ത കേസിൽ പറഞ്ഞിട്ടുണ്ട്. അവിഹിതം ആണ് അതിൻ്റെ അകത്തെ ഗ്രൗണ്ട്. വിവാഹമോചനത്തിന് ഒരു ഗ്രൗണ്ട് വേണമല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ ഈ വേറൊരു നടിയുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് എന്നതിൽ ആരോപിച്ചിട്ടുണ്ട്. അപ്പോൾ 25 വർഷമായി ഇവർ വിവാഹം ചെയ്തിട്ടുണ്ട്. 1999 ഓഗസ്റ്റ് 25 ആയിരുന്നു ഇവരുടെ വിവാഹം. 2 മക്കളാണ് ഇവർക്കുള്ളത്, ജേസൺ സഞ്ജയ്, ദിവ്യ ശാഷ. ദിവ്യ ശാഷ ലണ്ടനിലാണ് പഠിക്കുന്നത്. അപ്പോൾ കുറെ കാലമായിട്ട് ഇവര് വിജയിൽ നിന്ന് വേർപെട്ട് ഇവര് ലണ്ടനിലാണ്. അപ്പൊ കേസ് കൊടുക്കാനായിട്ട് ഇവിടെ വന്നതാണെന്നാണ് കരുതേണ്ടത്. ഒരു സെപ്പറേറ്റഡ് ആണ്, സെപ്പറേറ്റ് ചെയ്ത് താമസിക്കുകയാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 അനുസരിച്ചിട്ടാണ് കേസ്. അത് അഡൽട്ടറിയും ക്രൂവൽറ്റിയും ആണ് ആ വകുപ്പിൽ വരുന്നത്. അവിഹിതവും പീഡനവും ക്രൂരതയും ആണ് വരുന്നത്. സംഗീതയ്ക്ക് ഇയാളെക്കാൾ 3 വയസ്സ് കൂടുതലാണ് വിജയിനേക്കാൾ. സംഗീതയ്ക്ക് 51 വയസ്സും ജോസഫ് വിജയ്ക്ക് 48 വയസ്സുമാണ്. ഈ കേസിൻ്റെ അകത്ത് ഇവർ എഴുതിയിരിക്കുന്നതിൽ തന്നെ ജോസഫ് വിജയ് എന്ന് കാണാം നമുക്ക്. അപ്പോൾ ഇയാൾക്ക് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ്, നിങ്ങൾ ആ വിഹിതം ഇപ്പോൾ തുടങ്ങി പക്ഷെ നിർത്തിയേക്ക് എന്ന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇയാൾ ഒരു പശ്ചാത്താപവും ഇല്ലാതെ ഇത് തുടർന്നുകൊണ്ടിരുന്നു എന്ന് ഈ ഹർജിയിൽ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്ഷൻ 27 സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 സെക്ഷൻ 27(1)(a) 27(1)(d) ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ജില്ലാ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ വിവാഹം ഹിന്ദു ആചാരപ്രകാരം ആണ് നടത്തിയിരുന്നത്. അത് കഴിഞ്ഞ് പാർട്ടിയും വിരുന്നും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തൃഷ കൃഷ്ണന് ഇപ്പം 40 വയസ്സാണ്. ഇപ്പം തൃഷയും വിജയും തമ്മിൽ 8 വയസ്സിൻ്റെ വ്യത്യാസം ആണ് ഉള്ളത്. അപ്പോൾ ഇവർ തൃഷയും ഇയാളും തമ്മിൽ ഈ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഈ ചില ചിത്രങ്ങൾ പങ്കുവെക്കുമല്ലോ. പശ്ചാത്തലത്തിൽ ഒരേ വസ്തുക്കൾ കാണാമെന്നാണ് പറയുന്നത്. കാരണം രണ്ടുപേരും പങ്കുവെച്ചതിൽ പശ്ചാത്തലത്തിൽ ഒരെണ്ണത്തിൽ ഷൂ ഉണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഒരേ സ്ഥലത്ത് നിന്നുള്ള ചിത്രങ്ങളല്ലേ എന്നൊരു സംശയം. ഇവരൊന്നിച്ച് ഗില്ലി, ആത്തി, തിരുപ്പാച്ചി, കുരുവി തുടങ്ങി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഒന്നിച്ച് ജോഡിയായിരുന്നു. ഒന്നിച്ച് ജോഡിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നൊരു ദിലീപ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഇല്ലേ? അപ്പോൾ 15 വർഷം
പിന്നീട് ഇവർ ഒന്നിച്ച് അഭിനയിച്ചില്ല, കുടുംബസമ്മർദ്ദമാണെന്ന് പറയുന്നുണ്ട്. 1984 വെട്രി എന്ന് പറഞ്ഞ സിനിമയിൽ ബാലതാരമായിട്ടാണ് ജോസഫ് വിജയ് രംഗത്തേക്ക് വന്നത്. നാളെയ തീർപ്പ് എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യം നായകനായത്. 2024 ഫെബ്രുവരിയിൽ ഇയാൾ റിട്ടയർ ചെയ്യുകയാണ്. ഇനി ലോകം നന്നാക്കിയിട്ട് അടങ്ങും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, രാഷ്ട്രീയത്തിലേക്ക് കടന്നിട്ട്. അപ്പോൾ അടുത്ത കാലത്ത് ഇയാൾക്ക് ഈ ജന്മദിന ആശംസകൾ തൃഷ നേർന്നിരുന്നു. അത് 2024 ജൂണിൽ ഇയാളുടെ കൂടെയുള്ളൊരു സെൽഫിയും മറ്റേ പ്രസിദ്ധീകരിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ട് അതിൽ ഈ ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, ദ കാം ടു എ സ്റ്റോം, ഒരു ചക്രവാതത്തിനുള്ള ശാന്തത. ദ കാം ടു എ സ്റ്റോം, ദ സ്റ്റോം ടു എ കാം, ഒരു ശാന്തതയ്ക്കുള്ള ഒരു ചക്രവാതം, ഒരു ചക്രവാതത്തിനുള്ള ശാന്തത. ടു മെനി മൈൽ സ്റ്റോൺസ് എഹെഡ് എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് വിഷം ചെയ്തിരുന്നു. ഇതൊന്നും ഒരു ഭാര്യ നല്ലതായിട്ട് കാണില്ലല്ലോ, വേറൊരു സ്ത്രീ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോവയിൽ ഈ കീർത്തി സുരേഷില്ലേ, മേനകയുടെ മകള് കീർത്തി സുരേഷ് ആന്റണി തട്ടിലിനെ വിവാഹം ചെയ്തല്ലോ, ഗോവയിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. ആ ഗോവയിലെ വിവാഹത്തിന് വിജയ് തൃഷയുടെ കൂടെ ആണ് സഞ്ചരിച്ചത് എന്ന അക്കാലത്ത് ആളുകൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഈ സംഗീത മകൾക്കൊപ്പം കുട്ടികൾക്കൊപ്പം മറ്റേ ലണ്ടനിൽ ആണ്, മാതാപിതാക്കൾക്കൊപ്പം. നേരത്തെ പറഞ്ഞ പോലെ അവരൊരു ശ്രീലങ്ക തമിഴാണ്. UK സെറ്റിൽ ചെയ്തു. അവർ UK സെറ്റിൽ ചെയ്ത തമിഴ് വ്യവസായിയുടെ മകൾ. 1996 പൂവെ ഉനക്കാക് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഈ സംഗീതയ്ക്ക് ഇയാളോട് വലിയ ആരാധന മൂത്തു, വിജയോട്. പൂവെ ഉനക്കാക് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ആരാധന മൂത്തു. അങ്ങനെ ആരാധന മൂത്തിട്ട് അവർ ചെന്നൈക്ക് പറന്നിട്ട് ഫിലിം സിറ്റിയിൽ പോയി ഇയാളെ കണ്ടു. ഇയാളെ കണ്ടപ്പോൾ ഇവരുടെ പെരുമാറ്റമൊക്കെ ജോസഫ് വിജയ്ക്ക് ഗംഭീരമായിട്ട് അങ്ങ് ബോധിച്ചു. എന്നിട്ട് ഇവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അമ്മയ്ക്കും അച്ഛനും പരിചയപ്പെടുത്തിയിട്ട് വിജയുടെ അച്ഛനും അമ്മയും ലണ്ടനിലേക്ക് പറന്നു. എന്നിട്ട് അങ്ങനെയാണ് വിവാഹമുണ്ടായത് എന്നാണ് ഇവരുടെ ഈ സിനിമ പ്രസിദ്ധീകരണങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇയാളൊരു വലിയ ഭൂകമ്പം പോലെയാണല്ലോ തമിഴ് രാഷ്ട്രീയത്തിൽ വന്നത്. സർവേയിലൊക്കെ ഇയാൾക്ക് 20% വോട്ട് കിട്ടും എന്നും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ 20% വോട്ട് കിട്ടുകയാണെങ്കിൽ മറ്റേ NDAക്കുള്ള സാധ്യത അവിടെ കൂടുന്നുണ്ടായിരുന്നു. കാരണം ഇയാൾ തിന്നുന്നത് DMKയുടെ വോട്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ. പിന്നെ DMKക്ക് കിട്ടുന്ന ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ ഇയാൾ പിടിക്കില്ലേ, ഇയാൾ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യനല്ലേ. അപ്പോൾ സർവേകളിൽ അങ്ങനെ വന്നിരുന്നു. അപ്പം തന്നെ നമുക്ക് DMK ഇയാൾക്കിട്ട് പണിയും എന്നുള്ളത് ഉറപ്പായിരുന്നു. DMK അങ്ങനെ പണിതാണ് ആ റാലിയിൽ കണ്ടത് ഇല്ലേ. റാലിയിൽ ഇയാൾ വൈകിയെത്തി, അവിടെ വേണ്ട കരുതലൊന്നും ഉണ്ടായിരുന്നില്ല, കുറേ ആളുകൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിരുന്നു, സ്റ്റാമ്പീഡ് ഉണ്ടായി. അത് തന്നെ ദുശ്ശകുനമാണ്. പിന്നെ ഇങ്ങനൊരു ഭാര്യ വന്ന് വിവാഹമോചന കേസ് ഈ ഘട്ടത്തിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് DMK നന്നായിട്ട് പണിതിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ മധുര ഈസ്റ്റിൽ ഇയാൾ മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഈ സ്വർണ്ണലിംഗം, സംഗീത സ്വർണ്ണലിംഗം അവർ പ്രത്യക്ഷപ്പെട്ടാൽ അത്ഭുതപ്പെടാനില്ല. എനിക്ക് തോന്നുന്നത് 2 സാധ്യതകളുണ്ട് അതിനകത്ത്. ഒന്ന്, ഈ കേസുമായിട്ട് മുന്നോട്ട് പോയി ആ കേസ് ഇങ്ങനെ ലൈവായി നിൽക്കുക ഈ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയം. രണ്ടാമത്, ഇവർ സ്ഥാനാർത്ഥിയാവുക. ഈ രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മാധ്യമങ്ങളൊക്കെ കാണുന്നത് പോലെയുള്ള വലിയ നേട്ടം വിജയിക്കുണ്ടാകുന്നതിന് തടസ്സമായി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എൻ്റെ ഒരു രാഷ്ട്രീയം. കാരണം ഈ തമിഴ് സ്ത്രീകൾ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കൺസർവേറ്റീവ് അല്ലേ. വളരെ അവർ ബോൾഡോ ഓപ്പണോ അയാൾക്ക് എത്ര വേണമെങ്കിലും ആകാമെന്ന് പറയുന്ന വോട്ടർമാരൊന്നും അല്ല അവിടുത്തെ ആളുകൾ, പാവപ്പെട്ട ആളുകളും ഒക്കെയാണ്. ഇവൻ സിനിമയിൽ ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുകയും സ്ത്രീകളുടെ കൂടെ നിൽക്കുകയും സ്ത്രീകളെ സംരക്ഷിക്കുകയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഈ കുടുംബം കലക്കിയാണോ, കുടുംബം മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തവനാണോ നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്നതെന്നൊക്കെയുള്ള ചോദ്യമൊക്കെ വരില്ലേ. അതൊക്കെ
അല്ല, സ്വന്തം കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാത്ത ഒരാൾ എങ്ങനെ ഈ ലോക കുടുംബം നന്നായിട്ട് കൊണ്ടുപോകും എന്ന ചോദ്യം ഉണ്ടല്ലോ. അത് വളരെ പ്രസക്തമാണ്, പ്രത്യേകിച്ച് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള തമിഴ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വിജയ് ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ വിജയ്ക്ക് പറഞ്ഞു കൊടുക്കാം. സ്റ്റാലിൻ്റെ അപ്പന് 4 ഭാര്യമാരുണ്ടായിരുന്നു, അത് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ രാഷ്ട്രീയം ഒന്നുകൂടി കൊഴുക്കും. ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.